നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സ്നേഹ വിപിൻ. ആദ്യം പ്രധാന വാർത്തകൾ കാണാം. വരാക്കര പുളിഞ്ചോട് അച്ഛനെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ മകൻ അറസ്റ്റിൽ. വയോധികയെ വഴിയരികിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം, മകളും കാമുകനും അറസ്റ്റിൽ. പാലക്കിലിൽ ബൈക്ക് യാത്രികനെ ആക്രമിച്ച കേസിൽ സ്വകാര്യ ബസ് ഡ്രൈവർ അറസ്റ്റിൽ. ചാഴൂരിൽ സ്കൂൾ വിദ്യാർത്ഥിയെ പോലീസ് മർദ്ദിച്ചതായി പരാതി. മുന്നണികൾക്ക് റിബൽ ശല്യം. പുതുക്കാടും അളഗപ്പയിലും വരന്തരപ്പള്ളിയിലും റിബൽ സ്ഥാനാർത്ഥികൾ. വാർത്തകൾ വിശദമായി അറിയാം. വരാക്കര പുളിഞ്ചോട് അച്ഛനെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ മകൻ അറസ്റ്റിൽ. പുളിഞ്ചോട് ചുക്കത്ത് വീട്ടിൽ ബിനീഷിനെയാണ് വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. പരിക്കേറ്റ ഗോപാലൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഞായറാഴ്ച വൈകിട്ട് 6 മണിയോടെ ഇവരുടെ വീടിനെ മുൻവശത്തെ റോഡിൽ വെച്ചായിരുന്നു സംഭവം. മദ്യപിച്ചെത്തിയ ബിനീഷ് കുടുംബ വഴക്കിനെ തുടർന്ന് ഗോപാലനുമായി തർക്കത്തിലാവുകയായിരുന്നു. ഇതിനിടെയാണ് ബിനീഷ് ഗോപാലനെ കുത്തിയത്. റോഡിൽ കിടന്ന ഗോപാലനെ ആശുപത്രിയിലെത്തിക്കാൻ നാട്ടുകാർ ശ്രമിച്ചെങ്കിലും ബിനീഷ് തടയുകയായിരുന്നു. പിന്നീട് അരമണിക്കൂറിന് ശേഷം മകൾ എത്തിയാണ് ആശുപത്രിയിലെത്തിച്ചത്. കഴുത്തിൽ കുത്തേറ്റ ഗോപാലൻ അപകടനില തരണം ചെയ്തതായി പോലീസ് പറഞ്ഞു. ഗൾഫിലായിരുന്ന ബിനീഷ് 1 മാസം മുൻപാണ് നാട്ടിലെത്തിയത്. കുടുംബ വഴക്കിനെ തുടർന്ന് ഇരുവരും തമ്മിൽ ഇടയ്ക്കിടെ തർക്കം നടക്കാറുണ്ടെന്ന് പറയുന്നു. പ്രതിയെ റിമാൻഡ് ചെയ്തു. തൃശൂർ മുണ്ടൂരിൽ വയോധികയെ വഴിയരികിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം, കൊലപാതകം. അമ്മയെ കൊന്നത് മകൾ സന്ധ്യ. കൊലപാതകം നടത്തിയത് സ്വർണ്ണാഭരണത്തിനു വേണ്ടി. സന്ധ്യയുടെ കാമുകനും പേരാമംഗലം പോലീസിന്റെ പിടിയിൽ. മുണ്ടൂർ പഞ്ഞിമൂലയിലാണ് വയോധികയെ വീടിന് പുറകിലെ വഴിയോരത്ത് പറമ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുണ്ടൂർ സ്വദേശി 75 വയസ്സുള്ള തങ്കമണിയാണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെ 5:30 അയൽക്കാരാണ് മൃതദേഹം ആദ്യം കണ്ടത്. മൃതദേഹത്തിൽ മുഖത്ത് ചെറിയ മുറിവേറ്റ നിലയിലുള്ള പാടുകളുണ്ടായിരുന്നു. അത് വീഴ്ചയിൽ സംഭവിച്ചതാകാം എന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം. തങ്കമണിയുടെ കഴുത്തിലെ മാലയും നഷ്ടപ്പെട്ടിരുന്നു. ഇതോടെയാണ് പോലീസിന് സംശയം ഉടലെടുത്തത്. തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകമാണെന്ന് കണ്ടെത്തിയത്. 45 വയസ്സുള്ള മകൾ സന്ധ്യ, 27 വയസ്സുള്ള കാമുകൻ നിതിൻ എന്നിവരെ പേരാമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാമുകന് പണത്തിനു വേണ്ടി മകൾ സന്ധ്യ അമ്മയുടെ സ്വർണമാല കവരുന്നതിനിടെ കഴുത്തിൽ പിടിച്ചു തള്ളിയപ്പോൾ ഉണ്ടായ വീഴ്ചയെ തുടർന്നാണ് മരണം സംഭവിച്ചത്. പ്രതികൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഇരുവരുടെയും അറസ്റ്റ് പേരാമംഗലം പോലീസ് രേഖപ്പെടുത്തി. പാലക്കിലിൽ ബൈക്ക് യാത്രികനെ ആക്രമിച്ച കേസിൽ സ്വകാര്യ ബസ് ഡ്രൈവർ അറസ്റ്റിൽ. കരുപ്പടന്ന സ്വദേശി ആരക്കിപ്പറമ്പിൽ മുഹമ്മദ് റാഫിയാണ് അറസ്റ്റിലായത്. ബൈക്ക് യാത്രികനായി ചേർപ്പ് പടിഞ്ഞാറ്റുമുറി സ്വദേശി വയ്യാത്തിൽ വീട്ടിൽ ഷാനവാസിനെ ആക്രമിച്ച കേസിലാണ് അറസ്റ്റ്. ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് സംഭവം. ഭാര്യയും 5 വയസ്സുള്ള മകനുമൊത്ത് ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്നു. ആക്രമിക്കപ്പെട്ട ഷാനവാസ് പാലക്കിലിൽ വെച്ച് അമിത വേഗതയിൽ സ്വകാര്യ ബൈക്കിനെ മറികടക്കാൻ ശ്രമിച്ചിരുന്നു. അപകടത്തിന് ഇടയാക്കും വിധമാണ് ബൈക്കിനെ ബസ് മറികടക്കാൻ ശ്രമിച്ചത്. ഈ കാര്യത്തിൽ ബസ് ഡ്രൈവറെ ചോദ്യം ചെയ്തു. ഇതിൽ പ്രകോപിതനായ ബസ് ഡ്രൈവർ ബൈക്ക് യാത്രികൻ ഷാനവാസിനെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. തൃശൂർ റൂറൽ പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. തൃപ്രയാർ തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ് ഡ്രൈവറാണ് പ്രതി മുഹമ്മദ് റാഫി. വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. അറസ്റ്റിലായ ബസ് ഡ്രൈവർ മുഹമ്മദ് റാഫി എന്ന് പോലീസ് പറഞ്ഞു. ചാഴൂരിൽ സ്കൂൾ വിദ്യാർത്ഥിയെ പോലീസ് മർദ്ദിച്ചതായി പരാതി. പരിക്കേറ്റ വിദ്യാർത്ഥിയെ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാഴൂർ വപ്പുഴിയിലാണ് സംഭവം. ചുള്ളിപ്പറമ്പിൽ സജീഷിന്റെ 14 വയസ്സുള്ള മകനാണ് മർദ്ദനമേറ്റത്. ഞായറാഴ്ച വൈകിട്ട് 5:30 അച്ഛനെ അന്വേഷിച്ചാണ് പോലീസ് വീട്ടിൽ വന്നത്. പോലീസിനോട് കാര്യങ്ങൾ തിരക്കിയപ്പോൾ നീ ആരാണ് ഇതെല്ലാം ചോദിക്കാൻ എന്ന് പറഞ്ഞ് ജീപ്പിൽ നിന്നിറങ്ങിയ അന്തിക്കാട് SI കാലിൽ ചവിട്ടുകയും പിന്നീട് വീടിനകത്തേക്ക് പിടിച്ചുകൊണ്ടുപോയി മർദ്ദിക്കുകയുമായിരുന്നു എന്ന് വിദ്യാർത്ഥി പറഞ്ഞു. മർദ്ദനത്തിൽ കേൾവിശക്തി നഷ്ടപ്പെട്ടതായും പറയുന്നു. തുടർന്ന് ഞായറാഴ്ച തന്നെ വിദ്യാർത്ഥി ആലപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു.
പുതുക്കാട് പഞ്ചായത്തിൽ കോൺഗ്രസിന് രണ്ടിടത്ത് റിബലുകൾ. അളഗപ്പ നഗർ കാളക്കല്ലിൽ കോൺഗ്രസിനെതിരെ RMP പ്രവർത്തകനും വരന്തരപ്പള്ളി പുലിക്കണ്ണിയിൽ മുസ്ലിം ലീഗിനെതിരെ കോൺഗ്രസ് മുൻ പഞ്ചായത്ത് അംഗവും മത്സര രംഗത്ത്. CPM-നും BJP-ക്കും അനുഭാവികളിൽ നിന്നും മത്സരം നേരിടുന്നുണ്ടെങ്കിലും ഔദ്യോഗിക റിബലുകൾ രംഗത്തില്ല. പുതുക്കാട് 3-ാം വാർഡിൽ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയും മുൻ പഞ്ചായത്ത് അംഗവുമായ സിജു പയ്യപ്പള്ളി ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കും. ഗ്രൂപ്പ് വീതം വയ്ക്കലിന് ശേഷം വാർഡിന് പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥി മത്സരിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് സിജു പത്രിക സമർപ്പിച്ചത്. കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ജെയിംസ് പറപ്പുള്ളിയാണ് ഇവിടെ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി. CPM-ന് വേണ്ടി ഷാജി കാട്ടിപ്പറമ്പിൽ മത്സരിക്കും. 16-ാം വാർഡ് തെക്കേത്തുറവിൽ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി വർഗീസ് തെക്കേത്തല ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ മത്സര രംഗത്തുണ്ട്. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ സീറ്റ് വീതം വെച്ചതിൽ പ്രതിഷേധിച്ചാണ് വർഗീസ് മത്സരിക്കുന്നത്. ബ്ലോക്ക് സെക്രട്ടറി CK ദിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കുന്നു. കഴിഞ്ഞ 2 തവണ ഇവിടെ നിന്നും വിജയിച്ച CPM-ലെ ഫിലോമിന ഫ്രാൻസിസ് ആണ് ഇത്തവണയും UDF സ്ഥാനാർത്ഥി. വരന്തരപ്പള്ളി 7-ാം വാർഡ് പുലിക്കണ്ണിയിൽ UDF സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിലെ മജീദ് മാടക്കലിനെതിരെ മുൻ പഞ്ചായത്ത് അംഗം സുഹ്റ മജീദ് മത്സരിക്കുന്നുണ്ട്. സുഹ്റ നേരത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഇവിടെ നിന്നും വിജയിച്ചിരുന്നു. അളഗപ്പ നഗർ പഞ്ചായത്തിലെ കാളക്കല്ല് വാർഡിൽ UDF സ്ഥാനാർത്ഥിക്കെതിരെ RMP പ്രവർത്തകൻ മത്സരിക്കുന്നുണ്ട്. സീറ്റ് വിഭജനത്തിൽ പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ച് CV വിജയനാണ് മത്സരിക്കുന്നത്. കോൺഗ്രസിലെ ജോസ് പ്രകാശാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥി. LDF-ന് വേണ്ടി നിലവിൽ പഞ്ചായത്ത് അംഗമായ CPM-ലെ VK വിനീഷാണ് മത്സരിക്കുന്നത്. പുതുക്കാട് 9-ാം വാർഡ് സൂര്യഗ്രാമത്തിൽ കോൺഗ്രസിന്റെ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും മഹിളാ മാർച്ച് മണ്ഡലം സെക്രട്ടറിയുമായിരുന്ന സിജി ബാബു സ്വതന്ത്രയായി മത്സരിക്കുന്നു. കോൺഗ്രസിനു വേണ്ടി നിലവിലെ പഞ്ചായത്ത് അംഗം രതി ബാബുവും LDF സ്വതന്ത്രയായി ലയ വിനോദും BJP-ക്ക് വേണ്ടി മിത രാജേഷും ഇവിടെ മത്സരിക്കുന്നു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് കോൺഗ്രസ് അംഗമായിരുന്ന സിജി കഴിഞ്ഞ തവണ BJP സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 175 രൂപ കൂടി. ഗ്രാമിന് 11,645 രൂപ, പവന് 93,160 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ഇന്നത്തെ കാലാവസ്ഥ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വരാക്കര പുളിഞ്ചോട് അച്ഛനെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ മകൻ അറസ്റ്റിൽ. വയോധികയെ വഴിയരികിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം, മകളും കാമുകനും അറസ്റ്റിൽ. പാലക്കിലിൽ ബൈക്ക് യാത്രികനെ ആക്രമിച്ച കേസിൽ സ്വകാര്യ ബസ് ഡ്രൈവർ അറസ്റ്റിൽ. ചാഴൂരിൽ സ്കൂൾ വിദ്യാർത്ഥിയെ പോലീസ് മർദ്ദിച്ചതായി പരാതി. മുന്നണികൾക്ക് റിബൽ ശല്യം. പുതുക്കാടും അളഗപ്പയിലും വരന്തരപ്പള്ളിയിലും റിബൽ സ്ഥാനാർത്ഥികൾ. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനഃസംപ്രേഷണം രാത്രി 10:30-നും 11:30-നും രാവിലെ 6:30-നും 7:30-നും 8:30-നും 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും Info News എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.